ലോകത്തിലെ ഏറ്റവും എക്സോട്ടിക് ആയിട്ടുള്ള പാർട്ടി ഐലൻഡ് ഇബീസ. ഇബീസയിലായിരുന്നു കഴിഞ്ഞ 35 ദിവസമായിട്ട് ഞാൻ. Ibiza, it's a small island off the coast of Spain. I want to go to Ibiza. I'm in Ibiza. I'm in Ibiza. Like in holiday. അവിടെ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു പാച്ച ഇബീസയിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് നൈറ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. And at Pasha next week. It'll be at the Pasha nightclub. Pasha, Frankie World, come back. അവിടെ റിനോവേറ്റീവിലായിരുന്നു നമ്മളുടെ ജോലി. ഞാൻ ആ വർക്കിൻ്റെ പ്രൊജക്ട് മാനേജറായിരുന്നു. ഞങ്ങളുടെ കമ്പനി ഡാക് അഡ്വർടൈസിങ് LLC. അപ്പോൾ അത് സംബന്ധമായിട്ടാണ് പോയത്. ഇബീസ ഒരു ചെറിയ ഐലൻഡാണ്. അവിടുത്തെ സ്ഥലത്തേക്കാൾ കൂടുതൽ നമ്മളെ ഷോക്ക് ചെയ്ത് അവിടുത്തെ കൾച്ചറായിരുന്നു കേട്ടോ. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ, അതിനപ്പുറത്തെ കാഴ്ചകൾ വരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അവിടുത്തെ ഓരോ ഏരിയയും ഓരോ ടൈപ്പ് ആൾക്കാരാണ്. ഹുക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഏരിയ, പാർട്ടിങ് മാത്രമുള്ള ഒരു ഏരിയ, ഹിപ്പി ബോഹോ അങ്ങനെയുള്ളൊരു വൈബി വരുന്ന ആൾക്കാർ, ഇനി ഡ്രഗ്സ് അതുപോലെയുള്ള ഷൂം അയാഹുസ്ക പോലെയുള്ള റിട്രീറ്റുകൾക്കൊക്കെ വേണ്ടി വരുന്ന ആൾക്കാർ, ഇനി അതൊന്നുമല്ല ന്യൂഡിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ. അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബീച്ചും ന്യൂഡിസ്റ്റ് ഫ്രണ്ട്ലി ബീച്ചാണ്. നമ്മൾ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന്? എന്തോന്ന്? ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ്. പോടാ, ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. കണ്ട് സത്യം. ഈ പേപ്പറിൽ ഇത് ഞങ്ങൾ VFSൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോയ സമയത്ത് VFSൻ്റെ സ്റ്റാഫിൻ്റെ ഉണ്ടായിരുന്ന പേപ്പറാണ്. ഇവർ ഈ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ടാണ് നമ്മളുടെ കയ്യിലുള്ള റിമാർക്കും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് എംബസിക്ക് അയച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ സ്കാൻ ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ PDF അയച്ചു തരാം. നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, ഫോം ഫില്ല് ചെയ്യാനൊക്കെ അറിയാം, പിന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഫോം ഫില്ല് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഗൈഡൻസ് വേണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഫില്ല് ചെയ്യണം സർവീസ് വേണമെന്നാണെങ്കിൽ ഇലോപ്പ് യൂറോപ്പ് ട്രാവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഏജൻസി ഉണ്ട്. അഫ്സൽ എന്നാണോ അതിൻ്റെ പേര്. ഞങ്ങൾ ഒരുമിച്ച് സെർബിയ ബോസ്നിയൊക്കെ പോയിട്ടുള്ളതാണ്. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അവനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു കുഴപ്പമില്ലാത്ത റേറ്റിന് ചെയ്തു തരുന്നതാണ്. ഇത് സർവീസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഡമ്മി എടുക്കാനോ അല്ലെങ്കിൽ ഹോട്ടൽ റിസർവേഷനും പിന്നെ റെൻ്റൽ കാർ അങ്ങനത്തെ ഒന്നും എടുക്കാൻ അറിയില്ല, NOCയുടെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ഐറ്റിനറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസിൽ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. സൈറ്റ് സർവേക്കായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. റിയാദ് ടു വിയന, വിയന ടു ബാർസലോണ, ബാർസലോണ ടു ഇബീസ, ഇങ്ങനെയാണ് റൂട്ട്. ഓരോ ദിവസം വെച്ച് ഒരു സിറ്റിയിൽ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ നമ്മൾ വിയന്നയിലെത്തി. ഒരു ദിവസമൊക്കെ ഉള്ളെങ്കിൽ റെൻ്റൽ കാറിന് നല്ല റേറ്റും, അതുകൊണ്ട് റെൻ്റൽ കാർ എടുക്കാതെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. iPhone 15 Pro Maxൽ സിനിമാറ്റിക് വീഡിയോസ് എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം. ബ്ലാക്ക് മാജിക്കിൻ്റെ ക്യാമറ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം, ND ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ യാത്രയിൽ ഒരുപാട് സന്തോഷമൊക്കെ അല്ലെങ്കിൽ ഒരു ഹൈ കിട്ടുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട ഹോളിവുഡ് സിനിമയിലൊക്കെ ഒരു സീനില്ലേ, അതേപോലത്തെ സീൻ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ്. എനിക്കിത് കാണുമ്പോൾ ഹാരി പോട്ടർ അതുപോലെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ ഒക്കെ കാണുമ്പോൾ മെട്രിക്സ് ഒക്കെയാണ് ഓർമ്മ വരാം. നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റ് ടു ബാർസലോണ. ഇമാജിൻ ഒരു ഭീമാകരമായ ഒരു മൺകൊട്ടാരം നമ്മൾ കടൽ തീരത്തുണ്ടാക്കില്ലേ, അതിൻ്റെ വലിയൊരെണ്ണം ആകാശം മുട്ടുന്ന കണക്കെ. പക്ഷേ ഇവിടെ മണ്ണിന് പകരം ഗ്രാനൈറ്റും സാൻഡ്സ്റ്റോണും ചുണ്ണാമ്പുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് സഗ്രഡ ഫാമിലിയ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ആൻ്റോണി ഗൗഡിയാണ് 150 വർഷം മുമ്പേ ഇതിൻ്റെ പണി തുടങ്ങിയത്. ഇപ്പോഴും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഗൗഡിക്ക് ഇതൊരു മാജിക്കൽ ഫോറസ്റ്റ് പോലെയുള്ള ഒരു ക്രിയേഷൻ ആക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സഗ്രഡ ഫാമിലിയെ ഡിസൈൻ ചെയ്തത് ഉയരം കൂടിയ ഗോപുരങ്ങൾ, അതിൽ മരങ്ങളും ഫലങ്ങളും ജീവികളും ഒക്കെ പോലെ തോന്നിക്കുന്ന അലങ്കാരപ്പണികൾ, സൂര്യപ്രകാശം കിടക്കുന്ന സമയം ഉള്ളിൽ നോക്കിയാൽ ഭീമാകാരമായ ഉള്ളുപൊള്ളയ വൃക്ഷത്തിൻ്റെ ഉള്ളിലേക്ക് മഴവില്ലുകൾ അരച്ചിറങ്ങുന്ന പോലെ തോന്നും.
ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതം. അതാണ് സാഗ്രറ്റ ഫാമിലിയ. എൻ്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയും പൂട്ട് നിൽക്കുന്ന റെഡ് ബഡ് മരങ്ങളും. പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റ് ടു ബീസ. ഈ ഒരു ദിവസം വെച്ച് സിറ്റിയിൽ ഇറങ്ങിയാൽ ആ സിറ്റി വൈബ് കിട്ടുന്നല്ലാതെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് യൂറോപ്പൊക്കെ ഒരുവിധം ഓവർ ടൂറിസം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൈറ്റ് സർവേക്ക് നമ്മുടെ കമ്പനിയിലെ ടെക്നിക്കൽ എഞ്ചിനീയർ ആദിലുണ്ട് കൂടെ. ഇബീസ ഒരു പാർട്ടി ഐലൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എയർപോർട്ട് ടാക്സികൾ ഒട്ടുമിക്കതും മെഴ്സിഡീസ് വിറ്റോ ആണ്. ഇതൊരു പാർട്ടി ഐലൻഡായിട്ടാണ് പേര് കേട്ടിട്ടുള്ളെങ്കിലും മനോഹരങ്ങളായ കടൽ തീരങ്ങളും ഹൈക്കിംഗ് ട്രെയിലുകളും പ്രകൃതി കൊണ്ട് സമ്പന്നമാണ് അവിടെ. എനിക്ക് കൂടുതലും ഫോട്ടോജായിട്ടാണ് കണക്ട് ചെയ്യാൻ തോന്നുന്നത്. പ്രത്യേകിച്ച് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഡാർക്ക് വില്ല. നമ്മൾ വേറൊരു സംസ്കാരം കാണുമ്പോൾ, അതും നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ, അവിടെ നമ്മുടെ നാടിൻ്റെ ഒരു കഷ്ണം, അതല്ലെങ്കിൽ അവരുടെ നാടിൻ്റെ ഒരു കഷ്ണമായിരുന്നു അവർ നമ്മുടെ നാട്ടിലുണ്ടാക്കിയെന്ന് കാണുമ്പോൾ എനിക്കിതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോജ് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ. ഇതുവരെ കാണാത്തൊരു വൈബുണ്ട്. ചിലപ്പോൾ പോണ്ടിച്ചേരിയോ ഗോവയോ ആയിരിക്കും കൊച്ചിനേക്കാൾ ആപ്റ്റാവുക. ഞാനിത് രണ്ടും കാണാത്തതുകൊണ്ടാണ് കൊച്ചി പറഞ്ഞത്. സൈറ്റ് സർവേ കഴിഞ്ഞ് തിരിച്ച് ദുബായിലെത്തി. അപ്പോഴാണ് മെയിൻ ചലഞ്ച് വന്നത്. Houston, we have a problem. എനിക്ക് മൾട്ടിപ്പിൾ എൻട്രി സ്ട്രെങ്കിൻ വിസ ഉണ്ടായിരുന്നു 3 മാസത്തേക്ക്. അപ്പോൾ നമ്മുടെ വർക്ക് ഒരു 5 ദിവസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 30 ഡേയ്സ് എടുത്തിട്ട് 10 രാജ്യങ്ങൾ യൂറോപ്പിൽ 9000 കിലോമീറ്റർ യാത്ര ചെയ്ത് 30 ദിവസം കൊണ്ട് യാത്ര ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഷിപ്മെൻ്റ് ഒരു ഡിലേ ഉണ്ടായിരുന്നു. ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യമനി അറ്റാക്കേഴ്സ് റെഡ് സീൽ അറ്റാക്ക് ചെയ്യുന്ന കാരണം ഷിപ്മെൻ്റ് എല്ലാം സൂയസ് കനാലിൽ നിന്ന് മാറി ആഫ്രിക്ക വഴിയാണ് വഴിതിരിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ലോഞ്ച് കരയ്ക്കടുക്കില്ലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാം. അപ്പോൾ ഒരു 20 ദിവസത്തെ ഡിലേ നമ്മുടെ പ്രൊജക്റ്റിൽ വന്നു. പക്ഷെ നമ്മൾ ആ ഒരു ടൈം ഫ്രെയിമും കൂടി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലാതെ വർക്ക് തീർക്കാൻ പറ്റി. പക്ഷെ എൻ്റെ യാത്ര പോകാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ഈ സമയത്ത് റെസിഡൻസ് ആയും കൂടെ സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, സ്പെയിൻ ഒക്കെ ഒരു ട്രെയിൻ മാർഗം ഒരു യാത്ര പോയിട്ടുണ്ട്. അവരുടെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാനതെല്ലാം കൂടി ഒരു വെർട്ടിക്കൽ വീഡിയോ ആക്കിയിട്ട് വേറെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഷിപ്മെൻ്റ് ഒരാഴ്ചക്കുള്ളിൽ എത്തുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ബീസയിലേക്ക് തിരിച്ചു. പിന്നെ അതിനു മുമ്പ് തീർക്കാൻ ഒരുപാട് പണികൾ അവിടെ ഉണ്ടായിരുന്നു. സെൻറ്റോറോ റെൻ്റൽ കാറാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. നല്ല സർവീസാണ്. പക്ഷേ യൂട്യൂബിൽ കേട്ടോ റേസിസ്റ്റ് ആയിട്ടുള്ള ഒരുത്തനുണ്ടായിരുന്നു അവിടെ ഡെസ്കിൽ. യൂറോപ്പിലൊരു കാര്യം തോന്നിയത്, ആളുകൾ ഇന്ത്യൻസിനെ, പ്രത്യേകിച്ച് ഇവർ ഈ വെള്ളക്കാരല്ലാത്ത ആളുകളെ വേറൊരു രീതിയിൽ തന്നെ കാണുന്നതെന്ന് തോന്നുന്നു. ഇതാണ് എൽപാച്ച ഹോട്ടലിൻ്റെ അകം. ഇത് കാണിക്കാൻ കാരണം വാഷ്റൂമും ടോയ്ലറ്റും ഡോർസും എല്ലാം സെമി ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ്. ലൈറ്റിട്ട് പിന്നെ അകത്തിടക്കണം എല്ലാം കാണാം. ഇവിടെ ഒട്ടുമിക്ക ഹോട്ടൽ ഇങ്ങനെ തന്നെ കേട്ടോ. അല്ലാത്ത സ്റ്റേ കിട്ടണമെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കണം. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ലോക്കൽ ക്യൂസിങ് കഴിക്കാൻ വേണ്ടിയിട്ട് നടക്കാനിറങ്ങി. വലൻസിയ സ്പെഷ്യൽ റൈസ് ഫുഡ് ഉണ്ട്, പായ. ഒരു വലിയ പാനിൽ ചോറും ചെമ്മീനും കക്കയും കൂന്തളും ഒക്കെ ഇട്ട ഒരു ഐറ്റം. ഇവരുടെ ട്രഡീഷൻ അനുസരിച്ച് ഇതൊരു ഷെയർ ചെയ്ത് കഴിക്കുന്ന ഫുഡാണ്. അതായത് ഒരാൾക്കായിട്ട് അത് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 പേരോ അതിൽ കൂടുതലായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം. എനിക്ക് സീവുഡ് പായ ഇഷ്ടമായില്ല. ഉപ്പ് കൂടുതലായിട്ടാണ് തോന്നിയത്. പിന്നെ വേറൊരു ദിവസം ചിക്കൻ പായ കഴിച്ചു. അത് കൊള്ളായിരുന്നു. ഇവിടെ കുറേ Airbnb വില്ലകളുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനും നിൽക്കാനൊക്കെ. ബുക്ക് ചെയ്യാൻ വേണ്ടി നേരം നമ്മൾ റേറ്റ് നോക്കുമ്പോഴത്തേക്കും കുറവായിരിക്കും സാധാരണക്കാൾ. ഒരു 3 ബെഡ്റൂമുള്ള വില്ലയ്ക്കൊക്കെ 6000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ പെർ ഡേ. പക്ഷേ ക്ലീനിങ് ചാർജ് എന്ന് പറഞ്ഞൊരു ഹിഡൻ ഫീ ഉണ്ട്. ഒരു ദിവസം 10000 രൂപ വെച്ച് ക്ലീനിങ് ചാർജ് വരും. അതായത് 10 ദിവസത്തേക്ക് നമ്മൾ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60000 രൂപ റൂമിനും 1,00,000 രൂപ ക്ലീനിങ് ചാർജായിട്ട് കൊടുക്കേണ്ടി വരും. ഇത് ഹോളിഡേയ്സായി. നമ്മളുടെ ഇനീഷ്യൽ പ്ലാൻ അനുസരിച്ച് വർക്കൊക്കെ ഈ സമയത്ത് കഴിയേണ്ട ടൈമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്പ് ഇറങ്ങാൻ വേണ്ടി പോകേണ്ടതാണ്. പക്ഷേ ഇതുവരെ ഷിപ്മെൻ്റ് എത്തിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫാമിലീനെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. കലാലോങ്ങ, അതാണ് ഈ കടൽ തീരത്തിൻ്റെ പേര്. നമ്മൾ താമസം ഇങ്ങോട്ട് മാറി.
ഇവിടെ കുറേ ഹിഡൻ സ്പോട്ടുകളുണ്ട്. കലാറോച്ച, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഫെർമെൻറ്റേറ എന്ന പേരുള്ള ഒരു കൊച്ചു ദ്വീപ് ബീസയുടെ അടുത്തുണ്ട്. ഫെറിയിൽ നിന്ന് ഒരു 45 മിനിറ്റ് ബോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താം. വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷേ സെൻറ്റോറ റെൻ്റൽക്കാരൻ്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഓൾറെഡി കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലൻസിയ, ബാർസലോണ, പാൽമ ഇതെല്ലാം അടുത്താണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും വർക്കിൻ്റെ വിളി വരാം. റിലാക്സ് ചെയ്ത് ഈ ബീസ മുഴുവൻ ചുറ്റിക്കാണാം എന്നല്ലാതെ നമുക്ക് മുമ്പിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഈ ബീസ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അബൌട്ട് ദിസ് ബീച്ച് ഒന്ന് പറയൂ. പപ്പ ചോദിക്കും We went to a beach full of nice കുറച്ച് ഇറങ്ങിക്കണം. We went to a beach with a lot of nice pebbles like these. Okay. We found out this beach was so good. And we all had a nice day playing with stones, rocks, and also having lots of pictures. Just good or awesome? Awesome, even spectacular. Spectacular. ആമി എങ്ങനെയുണ്ടായിരുന്നു ബീച്ച്? ബീച്ച് That's good. Okay, Ami. കലാലോങ്ങ സ്റ്റേയുടെ അടുത്തായിട്ട് ഒരു ഹൈക്കിംഗ് ട്രെയിൽ ഞങ്ങൾ കണ്ടു. എന്നാൽ പിന്നെ അങ്ങോട്ടാവാന്ന് കരുതി. പോകേണ്ട വഴികളിൽ നമ്മൾ തെറ്റിപ്പോകുന്ന ഉള്ള സ്ഥലങ്ങളിലൊക്കെ താഴെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയുടെ ഇടതുവശത്ത് മെഡിറ്ററേനിയൻ സീ ആണ്. ബിഗിന്നർ ലെവൽ ഹൈക്കാണിത്. ഇത് പോയി കുറേ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വ്യൂ പോയിന്റും. ഇവ നോക്കി അടക്കി മോളിൽ കൂടെ നടന്നേ, മോളിൽ കൂടെ കയറ്. പിള്ളേഴ്സ് എല്ലാം നല്ല സഹകരണമാണ്. മൗക്കിലുള്ള കാടാണ്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചാടി നടന്നു പോകും. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഈ മരത്തിൻ്റെ തണലിൽ എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ ഇരിക്കാം. നേരെ ഇരുട്ടാൻ തുടങ്ങിയോണ്ട് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോയില്ല. തിരിച്ചും കുറച്ച് നടക്കാണ്ട്. പിറ്റേ ദിവസം പോയത് ഡെസോണിറിയ എന്ന് പേരുള്ള ഇബീസ ഹാർബറിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടുത്തെ വെള്ളം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ കുടിക്കാൻ പറ്റില്ല കേട്ടോ. കുടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റും, പക്ഷേ കുറേ നാൾ കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണൊക്കെ വരും. ഹാർഡ് വാട്ടറാണ്. പിന്നെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂ ഒക്കെ എടുത്ത് പള്ളിയുടെ അകത്ത് സൂക്ഷിച്ച് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അടിച്ചു മാറ്റി കൊണ്ടുപോകും ആൾക്കാർ. സ്പെയിൻ മൊത്തത്തിൽ ഇതാണ് അവസ്ഥ. ഇവിടുത്തെ ബീച്ചുകൾ 90% ന്യൂഡിസ്റ്റ് ബീച്ചുകളാണ്. കാര്യം നമുക്കറിയില്ലായിരുന്നു. ഫാമിലി വെക്കേഷന് ബീസയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ വേണ്ട വർക്കാണ് ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മാക്സിമം നമ്മളവരെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവസാനം അവർ വന്നൊന്ന് ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ താണ്ട് കിടക്കുന്ന കട്ടയം ബ്രോ. ഞാൻ സത്യം പറഞ്ഞാൽ അന്നാണ് ബീച്ചിൽ പോയപ്പോൾ ആദ്യമായിട്ട് സീൻ കാണുന്നത്. നമ്മളിതൊക്കെ കണ്ട് രസിക്കണോണ്ടാണ് അവരോട് വരണ്ടെന്ന് പറഞ്ഞായി അവസാനം. കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ബീച്ച് കാണാൻ പോയി കഴിയുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് ബ്ലിങ്കസ് ചെയ്യിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ റെസിൻസ് അവരുടെ ലേഡീസ് ഓൺലി ട്രിപ്പായിട്ട് ജർമ്മനി, ഇറ്റലി, സ്വിസ് അങ്ങനെയായിട്ട് അവർ പോയി. നമ്മുടെ ടീമിലെ ബാക്കി മെമ്പേഴ്സോട് ജോയിൻ ആയി. ബീച്ച് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഫിഷ് കറി ഉണ്ടാക്കി തന്നേക്കുന്നത് ബോക്സർ വസീം. പിന്നെ ഇവിടെ റൂം മാറിയത് മറ്റേ എൽപാച്ചിയിലായിരുന്നു റൂം അവിടെ നിന്ന് മാറിയതാണ്. കാരണം ഇതിനേക്കാളും കഷ്ടമായിരുന്നു അവിടുത്തെ അവസ്ഥ. ട്രാൻസ്പെറന്റ്. അത് ബാത്റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റും എല്ലാം കാണാം. ഇപ്പൊ നമ്മളിവിടെ അതെ സ്ക്രീനൊക്കെ ഒട്ടിച്ച് പിന്നെ പാട്ട് പാടാൻ അറിയണം അല്ലേ. നമ്മളന്ന് ഫാമിലിയായിട്ട് പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റായിരുന്ന ഹൈക്കിംഗ് ട്രെയിലില്ലേ, അവിടേക്ക് നമ്മൾ വീണ്ടും പോയി. കുറച്ച് അകലെയിൽ നിന്ന് തന്നെ നമുക്ക് ആ തുരങ്കം കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ അറ്റത്താണ് വ്യൂ പോയിന്റ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരിടത്തായിട്ട് 40 കിലോമീറ്റർ ചുറ്റളവ് മാത്രമുള്ള ഒരു കൊച്ചു ദ്വീപ്, അതാണ് ഇബീസ.
അതിൻ്റെ മലയോരത്ത് എവിടെയോ ആയി ഞങ്ങൾ 5 പേര്. വല്ലാത്തൊരു ഫീലായിരുന്നു അത്. പാച്ച ഓപ്പണിംഗ് ഡേറ്റ്സിനോട് അടുക്കാറായി. ബാക്കി അലങ്കൊലപ്പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഡെൻമാർക്കിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. വരയ്ക്കുന്ന പടം നമ്മുടെ ഭാഷയിൽ അശ്ലീലം എന്ന് പറയും. ഷിപ്മെൻറ്റ് വന്നതും പിന്നെ ചേകബോഗിയായിട്ടായിരുന്നു വർക്ക്. ഹൈ പ്രിസിഷൻ വേണ്ട വർക്കാണ്. 1 മീറ്ററിൽ 0.5 മില്ലിമീറ്റർ അലൈൻമെൻറ്റ് വ്യത്യാസം ഉള്ളെങ്കിൽ തന്നെ 20 മീറ്ററിൻ്റെ ഡിസ്പ്ലേ വരുമ്പോഴത്തേക്കും 1 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം കാണും. ചില സെക്ഷനിലൊക്കെ 2 പേര് കൂടുതൽ നമുക്ക് അസൈൻ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ആളുകളുടെ എണ്ണം കൂട്ടി വർക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റും. ഈ മച്ചാനൊക്കെ വർക്കലയിലൊക്കെ ഒരു 3 മാസമൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. ഗോവ, വാരണാസി, വർക്കല അങ്ങനെ. ഇവിടെ ഞാൻ കണ്ട പല ആൾക്കാരും ഇന്ത്യയായിട്ട് നല്ല കണക്ഷൻ ഉള്ളവർ. അവർക്ക് അവരുടെ നാടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഗോവ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നെതർലാൻഡ്സിൽ പഠിക്കാൻ വന്നിട്ട് ഇവിടെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 മലയാളി പയ്യന്മാരെ കൂടെ കൂട്ടിനീട്ടി. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ കുറച്ച് ആളല്ലേ ഇവിടെ. അങ്ങനെ എല്ലാവരുമായിട്ടൊരു ഏകദേശം നല്ലൊരു വൈബ് സെറ്റായി. പിന്നെ നമ്മൾ പറഞ്ഞ് പാച്ചയിലൊക്കെ വെക്കുന്നത് ഇന്ത്യൻ പാട്ടുകളായി. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതുപോലത്തെ വീഡിയോസ് പ്രത്യേകിച്ച് വർക്ക് സൈറ്റ് റിലേറ്റഡ് ഒക്കെ ഇടണമെന്ന്. ഇബീസയ്ക്ക് എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞങ്ങളുടെ ലേറ്റ് നൈറ്റ് ടോക്സ് ഈ നിൽക്കുന്ന ഈ പുള്ളിയൊക്കെ കോവിഡിന് മുമ്പ് 4 വർഷം വാരണാസിയിൽ ടീഷർട്ടും അതുപോലെ പച്ചകുത്തിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ഒക്ടോബർ ആകുമ്പോൾ ഈ ബീസ ഓഫ് സീസൺ ആകും. അപ്പോൾ DJs ഒക്കെ നേരെ ഗോവയിലേക്ക് വരും. അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ജീവിതം, ഇതൊക്കെ വേറെ തന്നെ ഒരു വൈബാണ്. ഞാനും അതിലായിരുന്നു റൂംമേറ്റ്സ്. അപ്പോൾ ഞങ്ങളിതിനെപ്പറ്റി പിന്നെയും സംസാരിക്കും. പാഷൻ ഫോളോ ചെയ്യുന്നതിനെപ്പറ്റി മാത്രമല്ല, നമുക്ക് വേണ്ടാത്ത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ആരൊക്കെയോ ബോധ്യപ്പെടുത്താൻ ജീവിക്കില്ലേ, അങ്ങനെയല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ കാണാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വരും, ടോപ്പിൽ മിറർ വരും. സ്ക്രീനിൻ്റെ അവസാനത്തെ മൊഡ്യൂളും ഫൈൻ ട്യൂൺ ചെയ്ത് പാച്ച് സന്ദർശിക്കാൻ വരുന്നവർക്കായി നമ്മളൊരു വർണ്ണ വിസ്മയം തന്നെ ഒരുക്കി. സോങ്സിനനുസരിച്ച് മൂവ് ചെയ്യുന്ന 67 ഹെക്സഗണൽ ഡിസ്പ്ലേസ് ആ സ്ഥലത്തിൻ്റെ വൈബ് തന്നെ ഒരു വേറൊരു ലെവലിലേക്ക് എത്തിച്ചു. ഡാൻസ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടന്റ് മാറുന്ന 12 മീറ്റർ കർവ് വാൾ, മോഷൻ സെൻസറുള്ള ഇൻഫിനിറ്റി VIP ടണൽ, 15K ഡിസ്പ്ലേ ആണത്. നമ്മളുടെ ആ വർക്കിൻ്റെ റിസൾട്ട് കാണുമ്പോഴൊരു സന്തോഷമില്ലേ, ആ ഒരു കിക്ക്. എല്ലാവരും ഹാപ്പി എന്നല്ല പറയാം, വണ്ടടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. നമ്മുടെ വർക്കിൻ്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് എന്നതിനേക്കാൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, നമ്മൾ ചെയ്യണ ഓരോ പണിയിലുള്ളൊരു പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ. അതിപ്പോൾ എത്ര ചെറുതോ എത്ര വലുതോ ആവട്ടെ. ചിലപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ സ്വന്തം വീടൊക്കെ ഒന്ന് ഈസ്തെറ്റിക്കലി ക്രമീകരിക്കുന്നതായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഒരു 8-10 പേരെയും കൂട്ടി ഒരു ട്രിപ്പ് പോകണതായിരിക്കും. നിങ്ങൾക്ക് റൂം സ്റ്റേ മുതൽ കഴിക്കേണ്ട റെസ്റ്റോറൻറ്റും കാണേണ്ട സ്ഥലങ്ങളും കറക്റ്റ് സമയത്തിന് തിരിച്ച് വീട്ടിലെത്താൻ അറേഞ്ച് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജറിൻ്റെ ആദ്യത്തെ ക്വാളിറ്റി ആടും. ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റും ഓരോ വർക്കും ആളുകളായിട്ട് കണക്ട് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും എക്സൽ ചെയ്യാനുള്ളൊരു അവസരങ്ങളാണ്. ദാറ്റ്സ് ഇറ്റ്. പോകുന്ന സമയമായി. ദ നെയിം ഈസ് യൂനസ് യൂസഫ്, സൈനിങ് ഓഫ്.